അപ്പോൾ മക്കളെ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, അതായത് ജാമിതീയ സാധ്യത. നമ്മുടെ ഈ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം മക്കളെ, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഫിഗേഴ്സ് തരും, ഫിഗേഴ്സും ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഒരു ബോക്സിൽ ഇത്ര ഇതുണ്ട്, അതേപോലെ ഒരാളോട് പറയാൻ പറഞ്ഞു, അതിന് അങ്ങനെയൊക്കെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പഠിച്ചു, അതായത് സാധ്യത കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് തരിക എപ്പോഴും എക്സാമിന് വരുന്ന ഒരു മോഡലാണ്, നമുക്ക് എന്ത് തരും, ഫിഗേഴ്സ് തരും, ഷേപ്പും ഫിഗേഴ്സ്, സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ ഇതൊക്കെ തന്നിട്ട് അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറയും നമ്മളോട്, പ്രോബബിലിറ്റി, അതായത് സാധ്യത കണ്ടുപിടിക്കാൻ പറയും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറയും നമ്മളോട്, സാധ്യത, അതായത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും. ഇത് 3 ലെവലിലാണ്. എത്ര ലെവലാണ് മക്കളെ? 3 ലെവലിലാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് ലെവലിൽ നമ്മളിവിടെ പറയുന്നത്, നമുക്ക് എന്താ തന്നെ മക്കളെ നോക്ക്, നമുക്ക് തന്നിട്ടുണ്ട് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ മക്കളെ, ഒരു സർക്കിളിൽ കുറേ എന്താ ഉണ്ടാവും, റെഡ്, പച്ച, ചുവപ്പ് അങ്ങനത്തെ കളേഴ്സ് ഉണ്ടാവും. ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ, വട്ടത്തിൻ്റെ ഉള്ളിൽ എന്താ കുറേ കളേഴ്സ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ കത്തിയോട്ടൊക്കെ എറിയില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കത്തിയോട്ടൊക്കെ ഇങ്ങനെ എറിയും അല്ലേ, അങ്ങനെ ഒരു സാധനം കണ്ടില്ല വട്ടത്തിൽ, എന്നിട്ട് കറക്കിയിട്ട് നമ്മൾ കത്തിയോട്ട് എറിഞ്ഞ എയിമ തട്ട കാര്യങ്ങളൊക്കെ നോക്കും, എയിമ വന്ന് ചാടുക എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം അത്. ഇതിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട് മക്കളെ? യെല്ലോ, അതായത് മഞ്ഞ, ചുവപ്പ്, മഞ്ഞ, പച്ച, മഞ്ഞ, ചുവപ്പ്, പച്ച, ചുവപ്പ്, ഇത്ര കാര്യങ്ങൾ, ഇത്ര കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ അവിടുന്ന് ഒരു കത്തിയോട്ട് എറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേനോട്ടോ എന്തെങ്കിലും നിബോട്ടോ ഒക്കെ എറിയുകയാണെങ്കിൽ ഇതിൽ കിട്ടാനുള്ള സാധ്യത, അതായത് നമ്മളോട് ആദ്യം ചോദിക്കും P(i) അറിഞ്ഞാൽ മഞ്ഞ ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത, മഞ്ഞ ഭാഗത്ത് വീഴാനുള്ള സാധ്യത. അതേപോലെ P(r) അറിഞ്ഞാൽ ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത, അതായത് റെഡ് ഭാഗത്ത് തട്ടാനുള്ള സാധ്യത. അടുത്തത് P(g) അറിഞ്ഞാൽ പച്ച ഭാഗത്ത് വരാനുള്ള സാധ്യത, പച്ച ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത. ഇത്ര കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ ഫസ്റ്റ് ലെവൽ നമ്മളെ കൺസെപ്റ്റ് എത്രയുള്ളൂ മക്കളെ, ആദ്യം ഇതൊക്കെ ഒരേപോലത്തെ ഷേപ്പുകളാണ് നോക്കുക. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ നോക്കേണ്ടത് ഒരേപോലത്തെ ഷേപ്പുകളാണ് നോക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ മക്കളെ ഒരേപോലത്തെ ഷേപ്പുകളല്ലേ, ഒരേ വലുപ്പത്തിലുള്ള ഷേപ്പുകളല്ലേ, ഒരേ വലുപ്പത്തിലുള്ള ഷേപ്പുകളാണ് നോക്കുക. ഇതെല്ലാം ഒരേപോലത്തെ ഷേപ്പുകളാണ്. ഓക്കെ, ഞാൻ വരച്ചിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലുള്ളൂ. ഇതെന്താ ശരിക്ക്, ഇത് കറക്റ്റ് എന്താണ് മക്കളെ, ഒരേപോലത്തെ ഷേപ്പുകളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത്രേ ഉള്ളൂ മക്കളെ. ടോട്ടൽ എത്ര ഷേപ്സ് ഉണ്ട് നോക്കുക. ഇതിൽ എത്ര ഉണ്ട് മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8 ഷേപ്പ് ഉണ്ട്. ടോട്ടൽ എത്ര ഷേപ്പ് ഉണ്ട് ഇതിൽ? 8 ഉണ്ട്. ആദ്യം നമ്മളോട് യെല്ലോ കിട്ടാനുള്ള സാധ്യത, യെല്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് ഇതിൽ എത്ര യെല്ലോ ഉണ്ട് നോക്കുക. ഇതിലറിയാം 1, 2, 3 യെല്ലോ ഉണ്ട്. എത്ര ഉണ്ട് മക്കളെ? 3 യെല്ലോ ഉണ്ട്. അപ്പോൾ 3 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പ് അതിൽ? ടോട്ടൽ 8 ഷേപ്പ് ഉണ്ട്. അതിൽ 3 എണ്ണല്ലേ യെല്ലോ. അപ്പോൾ യെല്ലോയിൽ വരാനുള്ള പ്രോബബിലിറ്റി, യെല്ലോ കിട്ടാനുള്ള സാധ്യത എത്ര വരിക? 3/8 എന്ന് വരും. യെല്ലോ കിട്ടാനുള്ള സാധ്യത എത്ര വരും? 3/8 എന്ന് വരും. അടുത്ത റെഡ് നിങ്ങൾ പറയും മക്കളെ, എന്താ നോക്കുക നമ്മൾ ഇതിൽ എത്ര റെഡ് ഉണ്ട് നോക്കുക. ഇതിൽ റെഡ് എത്ര? 1, 2, 3 റെഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര വരിക? ചുവപ്പാവാനുള്ള സാധ്യത എത്ര വരിക? ചുവപ്പ് 3 ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര സ്പേസ് അതിൽ മക്കളെ? ടോട്ടൽ എത്ര ഷേപ്പാണ്? 8 ഷേപ്പ്. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും? 3/8. ഇനി ലാസ്റ്റ് പച്ച കിട്ടാനുള്ള സാധ്യത, പച്ച ഇതിൽ എത്ര ഉണ്ട് മക്കളെ? 1, 2. ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ് പച്ച. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണമാണ്? 8 എണ്ണമാണ്. അപ്പോൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജാമിതീയ സാധ്യത അറിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരേപോലത്തെ ഷേപ്പുകളാണോ നോക്കുക. ഒരേപോലത്തെ ഷേപ്പാണെങ്കിൽ ഒന്നും നോക്കാമല്ലോ മക്കളെ, ജസ്റ്റ് എണ്ണി കൊടുത്താൽ മതി. ഇതിൽ മഞ്ഞ എത്ര ഉണ്ട് എന്ന് 3 എണ്ണയിരുന്നു. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പ് ഉണ്ട്? 8 എണ്ണം. അടുത്ത ചുവപ്പ് എത്ര ഉണ്ട്? ചുവപ്പ് 3 എണ്ണം. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പാണ്? 8 എണ്ണം. അടുത്ത പച്ച എത്ര ഉണ്ട്? 2 എണ്ണം. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പ് ഉണ്ട്? 8 എണ്ണം. ഇത്ര ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ മക്കളെ നമ്മളോട് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് സാധ്യത എത്ര ചോദിച്ചിരിക്കണം. ഓക്കെ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് സാധ്യത, ഷെയ്ഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡ് റീജിയൻ കിട്ടാൻ സാധ്യത എത്രയും ചോദിച്ചോളൂ. അപ്പോൾ മക്കളെ നോക്കുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, ഇതിൽ എത്ര ടോട്ടൽ ഈക്വൽ ഷേപ്സ് ഉണ്ട്? ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈക്വൽ ഷേപ്പാണ് നോക്കുക. നമുക്കറിയാം ഇതും എന്താണ്? ഈക്വൽ ഷേപ്സ് ആണ്. 2 ഈക്വൽ ഷേപ്സ് ഉണ്ട് ഇതിൽ. നല്ല മക്കളെ, രണ്ടും ഒരേ തുല്യ ഭാഗങ്ങളല്ലേ, രണ്ടും ട്രയാങ്കിൾസ് ആണ്. രണ്ടും എന്താണ്? ഒരേ വലുപ്പത്തിലുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടും എന്താണ്? ഈക്വൽ ഷേപ്പാണ്. അതേപോലെ ഒരേ വലുപ്പവും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അതാണ്, ഈക്വൽ പാർട്സ് ആണോ നോക്കണം. എല്ലാതും ഈക്വൽ ഷേപ്പ് ആവണം, ഒരേപോലത്തെ ഷേപ്പുകളാവണം, ഒരേപോലത്തെ വലുപ്പമാവണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. ഇനിയാണ് റെഡ് എന്താ ചോദിച്ചത് നമ്മളോട്? ഷെയ്ഡ് റീജിയൻ കിട്ടാൻ സാധ്യത അല്ലേ മക്കളെ. അപ്പോൾ ഷെയ്ഡ് റീജിയനിൽ ടോട്ടൽ ഇതിൽ 2 പാർട്സ് ഉണ്ട്. 2 ഭാഗമല്ലേ ഇതിലുള്ളത്. അതിൽ ഷെയ്ഡ് റീജിയനിൽ എത്ര ഭാഗമാണ്? ഒറ്റൊന്ന്. അപ്പോൾ 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 2. അപ്പോൾ ഷെയ്ഡ് റീജിയൻ കിട്ടാൻ സാധ്യത എത്ര കിട്ടും? പ്രോബബിലിറ്റി എത്ര കിട്ടും? 1/2. എന്താ നമ്മൾ നോക്കിയത്? ഷെയ്ഡ് റീജിയനിൽ എത്ര പോർഷൻ ഉണ്ട് നോക്കി. ഇതിൽ ടോട്ടൽ 2 പോർഷനാണ്, ഷെയ്ഡ് റീജിയനിൽ 1 അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും? 1/2. സാധ്യത എത്ര കിട്ടി? 1/2. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം നമുക്ക് ഡയറക്റ്റ് തരും.
എന്ത് ഒരേപോലത്തെ ഷേപ്പുകൾ തരും. ഒരേപോലത്തെ ഷേപ്പുകൾ കണ്ടിട്ട് നമ്മളോട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും, സാധ്യത കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഇവിടെ നോക്കുന്നത് എല്ലാം ഒരേപോലത്തെ ഷേപ്പ് ആണല്ലേ, ഇവിടെയും ഒരേപോലത്തെ ഷേപ്പ് ആണല്ലേ. അപ്പോൾ ഒരേപോലത്തെ ഷേപ്പ് തന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നതാണ് ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി, ഒന്നും നോക്കാമല്ല, ജസ്റ്റ് എണ്ണി നോക്കി എഴുതിയാൽ മതി. സെറ്റല്ലേ മക്കളെ? അങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് ലെവൽ ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ലെവലാണ് എപ്പോഴും എക്സാം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ? അപ്പോൾ മക്കളെ നമ്മുടെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, അതായത് ജ്യാമിതീയ സാധ്യത പറഞ്ഞ ടോപ്പിക്കിലെ സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നമ്മളോട് എന്താ പറഞ്ഞ മക്കളെ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഇൻ ഈച്ച് പിക്ചേഴ്സ് ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ എന്തിൻ്റെ പ്രോബബിലിറ്റി കാണണം? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം മക്കളെ? നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ നമ്മൾ ഫസ്റ്റ് ഫിഗർ നോക്കുക. ഈ പറഞ്ഞ ഈ ഫിഗറിൽ നമ്മൾ ആദ്യം ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജ്യാമിതീയ സാധ്യത ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കാൻ പറഞ്ഞേ? ഒരേപോലത്തെ ഷേപ്പുകളാണോ നോക്കണ്ടേ? ഈക്വൽ ഷേപ്പുകളാണോ നോക്കണ്ടേ? ഇവിടെ നോക്കും മക്കളെ, ഇത് ഒരേപോലത്തെ ഷേപ്പുകളാണോ? നാളത്തെ നമുക്ക് തന്ന പോലെ ഷേപ്പുകളാണ്. ഇവിടെ നോക്കും, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 2 ട്രയാങ്കിൾ, 3, 4 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്, നടുവിൽ ഒരു സ്ക്വയറും ഉണ്ട്. ഈക്വൽ ഷേപ്സ് ആണോ? അല്ല. അപ്പോൾ ഈക്വൽ ഷേപ്പ് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റൂല, ഡയറക്റ്റ് ഒന്നും എഴുതാൻ പറ്റൂല. അപ്പോൾ ആദ്യം ഈക്വൽ ഷേപ്സ് ആണ് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യനിൽ മക്കളെ ഈക്വൽ ഷേപ്പ് തരും, ഒരേപോലത്തെ ഷേപ്പുകളാണ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറയും. ഇത് സെക്കൻഡ് ലെവലാണ്. സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരേപോലെ അല്ലാത്ത തരും. ഇവിടെയൊക്കെ നോക്കുക മക്കളെ, എല്ലാതും ഒരേപോലത്തെ ഷേപ്പുകളാണോ? അല്ല, ഒരേപോലെ അല്ലാത്ത ഷേപ്പുകൾ തരും, നമ്മൾ ഒരേപോലെ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കിയ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം? ഒരേപോലെ അല്ലാത്ത തരും, നമ്മൾ എന്താക്കണം? ഒരേപോലത്തെ ഷേപ്പുകളാക്കണം. അത് നമ്മുടെ ലോജിക്കാണ്. നിങ്ങളെ ലോജിക്ക് തന്നാൽ, നിങ്ങൾക്ക് ലോജിക്ക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെ ഒരേപോലെ ആക്കാൻ പറ്റുക പറയാം. അല്ലാതെ എല്ലാ ക്വസ്റ്റിനും തന്നെയുള്ളൂ വരിക പറയാൻ പറ്റൂല. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് അറിയണം ഒരേപോലെ ആക്കാൻ പറ്റുമോ, ഒരേപോലെ ഇല്ലതാണോ, ഒരേപോലെ ആക്കാൻ പറ്റുന്നതാണോ, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഞാൻ ഇതിൽ 3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി പറഞ്ഞുതരാം. ആദ്യ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരേപോലത്തെ ഷേപ്പുകളാക്കേണ്ട മക്കളുടെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്ത് അതിന് ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമോ, ഈക്വൽ ഷേപ്പുകളാക്കാൻ പറ്റുമോ നോക്കും മക്കളെ. ഈ ഒരു ഫിഗറിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ഷേപ്പുകളാക്കാൻ പറ്റുമോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നമുക്കറിയാം മക്കളെ, ജസ്റ്റ് ഒന്ന് നോക്ക്. ഞാൻ ഇവിടുന്ന് ഒരു ലൈന് വരക്കാം, ഇവിടുന്ന് താഴത്തേക്ക് ഒരു ലൈനും, അതേപോലെ ഇവിടെ ഒരു പ്ലസ് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ വരക്കുകയാണ്. നോക്ക് മക്കളെ, ഞാൻ അവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഇട്ടപ്പോൾ നോക്ക്, ഇവിടെ ഈക്വൽ എത്ര ഷേപ്സ് കിട്ടി മക്കളെ? 1, 2, 3, 4, 5, 6, 7, 8 ഈക്വൽ ഷേപ്സ് കിട്ടി. അപ്പോൾ നമ്മളെ സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യനിൽ എന്താ വരിക? ഒരേപോലെ അല്ലാത്ത തരും, നമ്മൾ എന്താക്കണം? ഒരേപോലെ ആക്കിയ ശേഷം പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഇനി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ച പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, എങ്ങനെ പ്രോബബിലിറ്റി വരും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് സാധ്യത എത്ര വരിക? ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പാർട്സ് ഉണ്ട് ടോട്ടൽ. ഇനി നമുക്ക് വണ്ടിയിൽ എത്ര എണ്ണ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്ര എണ്ണാണ്? 1, 2, 3, 4. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും മക്കളെ? നമുക്ക് 4/8 കിട്ടും. എന്താ നമ്മൾ ചെയ്ത്? ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്ര സാധനം ഉണ്ട് നോക്കി, എത്ര പാർട്സ് ഉണ്ട് നോക്കി. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് 4 ഷേപ്പാണ്, ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പാണ്? 8 ഷേപ്പാണ്. അപ്പോൾ എത്ര കിട്ടി? 4/8. ഇതിന് നമുക്ക് 4 കൊണ്ട് ചെറുതാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. 4 ഒരു വട്ടം, 8ൽ 4 2 വട്ടം. ഇങ്ങനെ വേണം നമ്മളിത് കണ്ടുപിടിക്കാൻ. അങ്ങനെ മക്കളെ, ഇത് കഴിഞ്ഞ ഓൺ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിനെങ്ങനെ നമ്മൾ ഒരേപോലെ ആക്കാം മക്കളെ? നിങ്ങളുടെ ലോജിക്ക് എന്താ? എങ്ങനെ ഇതിന് ഒരേപോലെ ആക്കാം? അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് ഒരേപോലെ ആക്കാൻ പറ്റില്ലേ എന്നൊക്കെ അറിയണം. ഇതിനെ ഞാൻ നിങ്ങൾക്ക് ഒരേപോലെ ആക്കി തരാം. ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്തു, ഞാൻ ഇത് ജോയിൻ ചെയ്തു, അതേപോലെ ഇതും ജോയിൻ ചെയ്തു, ഇങ്ങോട്ടും ജോയിൻ ചെയ്തു, ഞാൻ അതുപോലെ എന്തും ജോയിൻ ചെയ്തു, ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്തു? ഇതിനിങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇപ്പോൾ എത്ര ഈക്വൽ പാർട്സ് ആയി മക്കളെ? അപ്പോൾ നമ്മൾ എങ്ങനെ ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൽ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈക്വൽ പാർട്സ് ഉണ്ട്. എത്ര പാർട്സ് ഉണ്ട്? ഈക്വൽ 9 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തല്ലേ? ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്ര അതിൽ മക്കളെ? 1, 2, 3. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും നമുക്ക്? 3/9. കാരണം നമുക്ക് വണ്ടിയിൽ 3 ഉണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പുകളുണ്ട്? 9 ഷേപ്സ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി സാധ്യത എത്ര കിട്ടി? 3/9. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ നോക്കും മക്കളെ, ലാസ്റ്റത്തെ ഇതിന് നമ്മളെങ്ങനെ ഒരേപോലെ ആക്കാം മക്കളെ? എന്ത് ചെയ്താലും ഒരുപോലെ ആക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നടുവിൽ ഒരു 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ ചെയ്താലും ഒരേപോലെ ആക്കാൻ പറ്റുക മക്കളെ? നോക്ക്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരക്കാം. ഇപ്പോൾ നമുക്ക് മക്കളെ 3 ഈക്വൽ പാർട്സ് ആയില്ലേ? ഇവിടെ 120 ഉണ്ടാവും, ഇവിടെ 120, ഇവിടെ 3 ഈക്വൽ പാർട്സ് ആയില്ലേ? ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 3 ഉണ്ട്. ഡിവൈഡ് ബൈ നമുക്ക് വണ്ടിയിൽ എത്ര എണ്ണാണ്? 1. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും? 1/3 കിട്ടും. അതായത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എത്രയാണ്? ഒറ്റ ഷേപ്പാണ്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ഷേപ്പുകളുണ്ട്? 3 ഷേപ്സ് ഉണ്ട്. അപ്പോൾ 1/3 കിട്ടും. ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ കഴിയും. കാരണം 120 ഡിഗ്രി തന്നിട്ടില്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 120 തന്നിട്ടുണ്ട്. നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡിഗ്രി ആംഗിൾ എത്രയാണ്? കോൺ എത്രയാണ്? 120. ടോട്ടൽ ആംഗിൾ എത്രയാണ് നമുക്കറിയാം? ഒരു സർക്കിളിൻ്റെ, ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയൊക്കെ മക്കളെ? 360 എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെ വേണ്ട സ്പേസിൽ 120 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 360. ഈ 0 കട്ട് ചെയ്തുകൂടെ എനിക്ക്? ഇനി
12/36 അല്ലേ, 12 വെച്ച് കട്ട് ചെയ്തുകൂടെ ഇതിനെ? നമുക്കറിയാം 12 12 ഒരു വട്ടാണ്, ഡിവൈഡ് ബൈ 36 12 എത്ര വട്ടം മക്കളെ? 3 വട്ടം. 12 3 അല്ലേ 36. അപ്പം എത്ര കിട്ടും? 1/3 കിട്ടും. ഈ രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. ഒന്നല്ലേ നിങ്ങൾക്ക് ഒരേപോലെ ആക്കിയ ശേഷം നമുക്ക് വണ്ടിയിൽ ഒരു ഷെയ്ഡ് ഭാഗത്ത് ഒരു പോർഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ 3 പോർഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെൻട്രൽ ആംഗിൾ ഈ പോർഷൻ്റെ മാത്രം സെൻട്രൽ ആംഗിൾ 120 വന്നിട്ടുണ്ട്. 120 ബൈ ടോട്ടൽ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ? 360 ആണ്. അപ്പോൾ 120/360 ചെയ്താലും എത്ര കിട്ടും? 1/3 കിട്ടും. ഇതാണ് നമ്മളെ സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഒരേപോലെ അല്ലാത്ത ഷേപ്പുകൾ തരും, നമ്മൾ എന്താക്കണം? ഒരേപോലെ ആക്കിയ ശേഷം പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് തേർഡ് ലെവൽ കൂടി നോക്കിയാൽ സെറ്റായി. ഈ ഒരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റി നിങ്ങൾക്ക് അടിപൊളിയായി പറയും, ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. അപ്പോൾ അവിടെ നമ്മളെ മൂന്നാമത്തെ ടോപ്പിക്കാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരേപോലെ അല്ലേ തന്നിട്ട് ഡയറക്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും, സാധ്യത കണ്ടുപിടിക്കാൻ പറയും. സെക്കൻഡ് ലെവൽ ഒരേപോലെ അല്ലാത്ത തരും, എന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറയും. ഇനി തേർഡ് ലെവൽ നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റാത്തത് തരും. എന്ത് തരും? ഒരേപോലെ ആക്കാൻ പറ്റാത്തത് തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കണ്ടുപിടിക്കാൻ പറയും. ഈ 3 ലെവൽ ക്വസ്റ്റ്യൻ അതിന് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഓൺ എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ PYQ സീരീസിൽ സെക്കൻഡ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബബിലിറ്റിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് പോയി കാണാം. നമ്മുടെ സെക്കൻഡ് പാർട്ടിലാണ് PYQ സീരീസിന് സെക്കൻഡ് പാർട്ടിൽ ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി എന്തായാലും കാണാൻ, ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായി പഠിക്കാം. അപ്പോൾ നമ്മൾ തേർഡ് ലെവൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ് ഒരേപോലെ അല്ലാത്തത് തരും, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? പ്രോബബിലിറ്റി സാധ്യത കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഒരേപോലെ അല്ലാത്തതാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാണാൻ ഫിഗേഴ്സ് തന്നിട്ട് ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അതായത് ജ്യാമിതീയ സാധ്യത സമം അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ് എന്നാണ് നമ്മൾ എന്ത് കാണാൻ ഇക്വേഷൻ? സാധ്യത കാണാൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. നമ്മളോട് പറഞ്ഞത് ഇവിടെ ക്വസ്റ്റ്യനിൽ ABCD is a rectangle എന്ന് തന്നിട്ടുണ്ട്. ABCD എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുണ്ട്, ചതുരാണ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 50 cm². ഇതിൻ്റെ പരപ്പളവ് ABCD പറഞ്ഞതിൻ്റെ പരപ്പളവ്, ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര തന്നിട്ടും? 50 cm², 50 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP. അതായത് ത്രികോണ ABPയുടെ പരപ്പളവ് കണ്ടുപിടിക്കുക. അടുത്തത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിലെ സാധ്യത കണ്ടുപിടിക്കുക. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തന്ന ക്വസ്റ്റ്യനിലാകെ എന്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 50 cm² തന്നിട്ടുണ്ട്. എത്ര കാര്യം നമുക്ക് തന്നിക്കണേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ എന്തിന് കണ്ടുപിടിക്കണം? ഷെയ്ഡ് റീജിയൻ്റെ പ്രോബബിലിറ്റി സാധ്യത കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോട്ടോ. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ. എന്തിൻ്റെ ഏരിയ മക്കളെ? ഏരിയ ഓഫ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP. ABP പറഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ മക്കൾ ഇത്രയുള്ളൂ നമ്മളെ കൺസെപ്റ്റ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കൊരു സാമാന്തരികോ അതുപോലെ എന്താണ് ചതുരമൊക്കെ തന്നിട്ട് ആ ചതുരത്തിൻ്റെ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് തരും. എന്നിട്ട് അതിന് എന്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറയും? ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അതായത് റെക്റ്റാങ്കിളും പാരലോഗ്രാമൊക്കെ തന്നിട്ട് ഈ റെക്റ്റാങ്കിളിന് പാരലോഗ്രാമിൻ്റെ ഏരിയ തന്നിട്ട് അതിന് എന്തിൻ്റെ കണ്ടുപിടിക്കാൻ പറയും? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്രയുള്ളൂ മക്കളെ? ആ തന്നതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ എത്ര തന്നുകൂടെ? 50 cm² ആണെന്നല്ലേ. അതിൻ്റെ പകുതി പറഞ്ഞാൽ എത്ര വരും? 50ൻ്റെ പകുതി നമുക്കറിയാം 25 cm² എന്ന് വരും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നിട്ട് അതിന് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി മക്കളെ? റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി. ഇതേപോലെ പാരലോഗ്രാമിൻ്റെ തന്നാൽ പാരലോഗ്രാമിൻ്റെ ഏരിയ തന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ മതി. ആ തന്നിൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി. അതായത് ചതുരത്തിൻ്റെ സാമാന്തരികത്തിൻ്റെ ഒക്കെ എന്ത് തന്നിട്ട് പരപ്പളവ് തന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞാൽ തന്നതിൻ്റെ നേരെ ഹാഫ് എടുക്കുക. അപ്പോൾ എത്ര കിട്ടിയാൽ നമുക്ക്? 25 cm² എന്നിട്ട്. ഇനി B ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പ്രോബബിലിറ്റി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ. അതായത് എന്താണ്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത എത്രയെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ഞാൻ പറഞ്ഞു തന്നു? ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ആദ്യം നിങ്ങൾ ഒരേപോലെ ആക്കാൻ പറ്റുമോ നോക്കിക്കോട്ടോ. ഇതെന്തെങ്കിലും കാട്ടി ഇങ്ങനെ കാട്ടിയാൽ നീ ഈക്വൽ പാർട്സ് ആവില്ല. ഇതിന് എന്ത് കാട്ടിയാലും എന്താക്കാൻ പറ്റൂല? ഒരേപോലെ ആക്കാൻ പറ്റൂല. ഒരേപോലെ ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എണ്ണി കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ ഏരിയ ഇക്വേഷൻ ഇട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ? ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ പറഞ്ഞാൽ അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ്. അനുകൂല പരപ്പളവ് പറഞ്ഞാൽ ഫേവറബിൾ ഏരിയ പറഞ്ഞാൽ നമ്മളോട് എന്താ ചോദിച്ചത്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത അല്ലേ. അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഷേപ്പ് ചെയ്ത മക്കളെ നമുക്കറിയാം ട്രയാങ്കിൾ ആണ്, ത്രികോണാണ്. അങ്ങനെയാണ് ഫേവറബിൾ ഏരിയ അറിഞ്ഞ് നമ്മളോട് എന്താ ചോദിച്ചാൽ അതിൻ്റെ ഏരിയ. അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. ഫേവറബിൾ പറഞ്ഞാൽ ഷെയ്ഡ് റീജിയൻ പറഞ്ഞാൽ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഏരിയ എടുക്കുക? ട്രയാങ്കിളിൻ്റെ ഏരിയ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. എന്തിൻ്റെ പരപ്പളവ് എടുക്കുക മക്കളെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP ഡിവൈഡ് ബൈ നമ്മൾ എന്തിൻ്റെ പരപ്പളവ് എടുത്തു? ത്രികോണ ABPയുടെ പരപ്പളവ്. കാരണം എന്താ? നമ്മളോട് അനുകൂല പരപ്പളവ് എടുക്കാൻ പറഞ്ഞ്. അനുകൂല പരപ്പളവ് പറഞ്ഞാൽ നമുക്കറിയാം ഈ ട്രയാങ്കിൾ എന്ത് ഷേപ്പാണ്? ഈ ഷെയ്ഡ് റീജിയൻ്റെ ഷേപ്പ് എന്താ മക്കളെ? ത്രികോണമല്ലേ. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഹരിക്കണം ടോട്ടൽ ഏരിയ അറിഞ്ഞ്. ടോട്ടൽ ഈ ഫിഗർ ഏതാ മക്കളെ? ഈ ഫിഗർ ടോട്ടൽ അറിഞ്ഞത് ചതുരല്ലേ. ചതുര ABCD അല്ലേ. റെക്റ്റാങ്കിൾ ABCD അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഏരിയ എടുക്കണം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. റെക്റ്റാങ്കിൾ
ABCD ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ മക്കളെ. അപ്പോൾ ഫേവറുള്ള ഏരിയ ആണ് നമ്മൾ എന്താ എടുക്കേണ്ടത്, നമുക്ക് എന്താ കാണേണ്ടത്, ഷെയ്ഡ് ചെയ്ത ഭാഗത്താണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഷേപ്പ് ചെയ്താൽ അതിൻ്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡ് ബൈ ടോട്ടലി ഷേപ്പ് ചെയ്താൽ മക്കളെ. ഇത് ടോട്ടൽ റെക്ടാങ്കിൾ ആണ്, അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ അങ്ങനെയാണെങ്കിൽ ഈസിക്കൽ എത്ര വരിക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചു 25 ഡിവൈഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50. ഇത് വേണമെങ്കിൽ നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്യാം. 25ൽ 25 ഒരു വട്ടം ഡിവൈഡ് ബൈ 50ൽ 25 2 വട്ടം എത്ര കിട്ടും നമുക്ക് 1/2 എന്ന് കിട്ടും. നമുക്ക് പ്രീവിയസ് ഇയർ ലോൺ എക്സാമിന് കുറേ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് റെക്ടാങ്കിൾ ഏരിയ എന്നിട്ട് ട്രയാങ്കിൾ ഏരിയ ആണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി, പകുതി എടുത്താൽ മതി. ഇനി കാണാൻ ഇക്വേഷൻ എന്താ, പ്രോബിലിറ്റി ആണ് ഇക്വേഷൻ ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ്. ഇത്ര ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4 അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ABCD is a square. ABCD എന്താണ്, ഒരു സമചതുര തന്നിട്ടുണ്ട്. ഇനി ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് സാധ്യത കണ്ടുപിടിക്കണം. നമുക്ക് വേറെ എന്തെങ്കിലും തന്നിക്കണം മക്കളെ, ലെങ്ത്തോ ബ്രെഡ്ത്തോ അല്ലെങ്കിൽ സൈഡോ ഒന്നും തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടില്ല, എന്താ തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല വൃത്തത്തിൻ്റെ, അതേപോലെ ചതുരത്തിൻ്റെ വശം തന്നിട്ടില്ല, സൈഡ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് എന്ത് കാണണം, എന്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ പറഞ്ഞ മക്കളെ, ഷെയ്ഡ് റീജിയൻ പറഞ്ഞാൽ എന്തിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടത്, നമ്മൾ ആദ്യം ഏരിയ ഓഫ് എന്താണ് നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണ്, ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഷേപ്പ് ഏതാണ്, അതാണ് നമ്മുടെ ഫേവറബിൾ ഏരിയ. ഷേപ്പ് ചെയ്താൽ മക്കളെ സർക്കിൾ അല്ലേ, അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ അതായത് വൃത്തത്തിൻ്റെ പരപ്പളവ് ഹരിക്കണം ടോട്ടലി ഷേപ്പ് ചെയ്താൽ മക്കളെ സ്ക്വയർ അല്ലേ, അപ്പോൾ എന്ത് വരും, ഏരിയ ഓഫ് സ്ക്വയർ. ഇതൊന്നും നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മളോട് ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സാധ്യത കാണാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഇതിന് ഒരേപോലെ ആക്കാൻ പറ്റൂല. അപ്പോൾ ഒരേപോലെ ആക്കാൻ പറ്റില്ലെങ്കിൽ കാണാൻ ഇക്വേഷൻ ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, അനുകൂല പരപ്പളവ് ഹരിക്കണം ആകെ പരപ്പളവ്. അതിൽ അനുകൂല പരപ്പളവ് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഷേപ്പ് ഏതാ, ഇവിടെ സർക്കിളാണ്, അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ വൃത്തത്തിൻ്റെ പരപ്പളവ് ഹരിക്കണം ടോട്ടൽ ഏരിയ പറഞ്ഞാൽ ടോട്ടലി ഫിഗർ ഏതാണ്, ചതുരാണ്, സമചതുരാണ്, അങ്ങനെയാണ് ഏരിയ ഓഫ് സ്ക്വയർ. ഇനി നമുക്ക് ഏരിയ ഓഫ് സർക്കിളും കാണണം, ഏരിയ ഓഫ് സ്ക്വയറും കാണണം. ഇത് രണ്ടും കാണണ്ട മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താ ഏരിയ ഓഫ് സർക്കിള്, ഏരിയ ഓഫ് സർക്കിള്, അതേപോലെ ഏരിയ ഓഫ് സ്ക്വയർ. എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ, സമചതുരത്തിൻ്റെ ഏരിയയും കാണണം, സർക്കിളിൻ്റെ ഏരിയയും കാണണം. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ ഇക്വേഷൻ അറിയാം, എന്താണ് A² ആണ്, അതായത് വശം സ്ക്വയർ ആണ്. സർക്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ πr² ആണ്, എന്താണ് πr². വൃത്തത്തിൻ്റെ പരപ്പളവ് πr², അതേപോലെ സമചതുരത്തിൻ്റെ പരപ്പളവ് A², വശം സ്ക്വയർ എന്നൊക്കെ പറയും. ഇതിൽ വശവും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ റേഡിയസ് 6 ആയിട്ട് എടുക്കുകയാണ്. ഈ റേഡിയസ് എന്തായിട്ട് എടുക്കുകയാണ്, ഞാൻ സ്മോൾ ലെറ്റർ 6 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, റേഡിയസ് 6 ആയിട്ട് എടുത്തു. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്തെന്നെ വരിക, πr² വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എത്രയാക്കണം മക്കളെ, ഈ ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എത്രയാക്കണം, അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാക്കണം, ഇത് 6 അല്ലേ മക്കളെ. ഇത് മുതൽ ഇത് വരെ ഉള്ളതല്ലേ ഈ സമചതുരത്തിൻ്റെ ഒരു വശം പറഞ്ഞത്, ഇത് മുതൽ ഇത് വരെ ഉള്ളതാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശം. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഇതന്നെയല്ലേ ഈ മേലത്തെ വശം, ഈ 6 ഇല്ല തന്നെയല്ലേ ഈ മേലത്തെ വശം പറഞ്ഞാൽ ഇതേ ലെങ്ത് അല്ലേ. അങ്ങനെ ഇത് 6 ആണെങ്കിൽ ഇപ്പോഴത്തും 6 തന്നെയല്ലേ കാരണം മക്കളെ, ഇത് രണ്ടും റേഡിയസ് അല്ലേ, വൃത്തത്തിൻ്റെ ആരല്ലേ. അങ്ങനെയാണ് ഈ ഒരു വശം പറഞ്ഞാൽ R+R 2R. ഇത് വൃത്തത്തിൻ്റെ വ്യാസല്ലേ, ഈ വ്യാസല്ലേ എന്ത് വരിക, ഈ സമചതുരത്തിൻ്റെ ഒരു വശം വരിക, അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ഡയാമീറ്റർ അല്ലേ എന്തിൻ്റെ ഒരു സൈഡ് വരിക, സ്ക്വയറിൻ്റെ സൈഡ് വരിക. അപ്പോൾ നമുക്കിത് 2R എന്ന് എഴുതി കൂടെ മക്കളെ. ഇതിൽ ഡൗട്ട് ഉണ്ടോ, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഫുൾ ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ റേഡിയസ് 6 എന്ന് കൊടുത്തു, നമുക്ക് വേറെ ഒന്നും തന്നിട്ടുണ്ടായില്ല. അപ്പോൾ റേഡിയസ് 6 കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി, റേഡിയസ് കിട്ടി, πr² കിട്ടി, ഏരിയ ഓഫ് സർക്കിൾ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ കാണണം, അതിന് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് കാണണ്ടേ. ഇതിൻ്റെ ഒരു സൈഡ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു ലെങ്ത് തന്നെ അല്ലേ എന്തും, ഈ ഒരു സൈഡും. പിന്നെ സ്കെയിൽ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, എന്താ വരിക, ഓക്കെ ഈ ഒരു സൈഡ് തന്നെ അല്ലേ, ഇതിൻ്റെ മേലത്തെ DC പറഞ്ഞ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം അല്ലേ. അപ്പോൾ ഇത് 6 ആണെങ്കിൽ അപ്പുറത്തും 6 അല്ലേക്കല്ലേ, ഇതെന്താ റേഡിയസ് അല്ലേ മക്കളെ. അങ്ങനെയാണ് ഇത് 2R എന്ന് വരും, ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വരും 2R. അങ്ങനെയാണ് A² പറഞ്ഞാൽ എന്ത് വരും 2R² എന്ന് വരും. അതായത് ഏരിയ ഓഫ് സ്ക്വയർ എത്ര കിട്ടി നമുക്ക്, 2R² എന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, ഏരിയ ഓഫ് സർക്കിൾ പറഞ്ഞാൽ എന്താണ് πr² ആണ്, ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ പറഞ്ഞാൽ 2R² എന്ന് വരും. എന്ത് വരും മക്കളെ, 2R². ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട്, എന്താ മക്കളെ 2x² പറഞ്ഞാൽ 2ക്കും സ്ക്വയർ കൊടുക്കണം, എക്സിനും സ്ക്വയർ കൊടുക്കണം. അപ്പോൾ അത് 2² പറഞ്ഞാൽ 4, x² പറഞ്ഞാൽ x². അപ്പോൾ 2x² പറഞ്ഞാൽ എന്താ വരിക, 4x² എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ 2R² പറഞ്ഞാൽ എന്താ വരിക മക്കളെ, πr² ഡിവൈഡഡ് ബൈ 2R² പറഞ്ഞാൽ എന്താ വരിക, 2ക്കും സ്ക്വയർ കൊടുക്കണം, Rനും സ്ക്വയർ കൊടുക്കണം, അതായത് 4R² എന്ന് വരും. 2R² പറഞ്ഞാൽ എത്ര വരും, 4R² എന്ന് വരും. അപ്പോൾ πr² ഡിവൈഡഡ് ബൈ 4R² എന്ന് വരും. ഇതിൽ R² കട്ട് ചെയ്തോ ഒരേപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെയാണ് ബാക്കി എന്തല്ലോ മക്കളെ
π/4 എന്ന് കിട്ടും. അതായത് ഷെയ്ഡ് റീജിയൻ്റെ പ്രോബബിലിറ്റി എത്ര കിട്ടിയാൽ നമുക്ക് π/4. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ മക്കളെ പൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാത്രം ഇത് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. π/4 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പൈൻ്റെ വാല്യൂ ആണെങ്കിൽ ഒന്ന് കൊടുക്കാം. 3.14 ആണ് /4. ഇത് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ π/4 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതായത് എന്താണ് ഷെയ്ഡ് റീജിയൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര വരിക? π/4, അതായത് 3.14 /4 വരും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ പ്രാവശ്യം ഓൺ എക്സാമിന് ഈ ഒരു സെയിം മോഡൽ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എയിലുണ്ട്, നമ്മുടെ PYQ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ശേഷം നിങ്ങൾ അതും കൂടി ഒന്ന് പോയി ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ കാര്യങ്ങൾ നോക്കിയ ശേഷം ഈ ഒരു ടോപ്പിക് അടിപൊളിയായി പഠിക്കുക. അപ്പോൾ മക്കളെ നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ 2 ടോപ്പിക് കൊണ്ടുള്ള അതായത് പെയർസും മോർ പെയർസും പറഞ്ഞ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ മക്കളെ സെറ്റ് അല്ലേ? അപ്പോൾ മക്കളെ നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പെയർസ്, അതായത് ജോഡികൾ എന്ന് പറയും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും കണ്ടുവരുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ എക്സാമിനും ഇങ്ങനത്തെ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. പേഴ്സ് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എക്സാം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണില്ല. അപ്പോൾ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മളോട് പറഞ്ഞത് ഈ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1, 2, 3. അതായത് ഒരു പെട്ടിയിൽ എന്തുണ്ട്? കടലാസ് കഷ്ണങ്ങളുണ്ട്. എന്തൊക്കെ എഴുതിക്കണേ? 1, 2, 3 എഴുതിയ കടലാസ് കഷ്ണങ്ങളും. അനദർ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1, 2. വേറൊരു പെട്ടിയിൽ 1, 2 എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളുണ്ട്. നമ്മളോട് പറഞ്ഞത് 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ്. രണ്ടിന്നും ഓരോ സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ടിന്നും ഓരോന്ന് എടുക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതൊരു പെയറായി, ഒരു ജോഡിയായി എന്ന് മനസ്സിലാക്കണം. ഒരു ജോഡി പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ രണ്ടിന്നും ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്? ആകെ എത്ര ജോഡികൾ ഉണ്ടാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എഴുതിക്കോ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ചോദിച്ചില്ല. ഇന്നാലും ഇങ്ങനെ പെയർസിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ആണ്. എല്ലാ ടോപ്പിക്കിലും എന്താണ് ആദ്യം എഴുതേണ്ടത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ ആദ്യം എന്ത് എഴുതണം? നമ്മൾ ആകെ ജോഡികളുടെ എണ്ണം എഴുതണം. ഇനി നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്? ഇതിനൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ബോത്ത് ബീയിങ് ഓഡ്, രണ്ടും ഓഡ് ഒറ്റ സംഖ്യയുള്ള പ്രോബബിലിറ്റി. ബോത്ത് ബീയിങ് ഈവൻ, രണ്ടും ഇരട്ട സംഖ്യയുള്ള സാധ്യത. 1 ഓഡ് ആൻഡ് 1 ഈവൻ, അതായത് ഒന്ന് ഒറ്റ സംഖ്യ ഒന്ന് ഇരട്ട സംഖ്യയുള്ള സാധ്യത. സം ബീയിങ് ഓഡ്, അതായത് തുക എന്താവാനുള്ള സാധ്യത? ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത. പ്രൊഡക്റ്റ് ബീയിങ് ഈവൻ, അതായത് ഗുണനഫലം ഇരട്ട സംഖ്യയാവാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് 1 ഓഡ്, അതായത് ഒന്നെങ്കിലും ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടില്ല എന്താണ്? ബോത്ത് ആർ സെയിം, 2 സംഖ്യയും തുല്യമാവാനുള്ള സാധ്യത. ഇത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ ഞാൻ സം ബീയിങ് ഓഡ്, സം ബീയിങ് ഈവൻ വരും. അതേപോലെ പ്രൊഡക്റ്റ് ബീയിങ് ഈവൻ, പ്രൊഡക്റ്റ് ബീയിങ് ഓഡ് വരും. അതേപോലെ അറ്റ്ലീസ്റ്റ് 1 ഓഡ്, അറ്റ്ലീസ്റ്റ് 1 ഈവൻ, ഇതൊക്കെ വരും. ഒക്കെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ മോഡൽസ് പറഞ്ഞാൽ ഇതേ ചെയ്താൽ മറ്റേ ഈസിയായി ചെയ്യാൻ കിട്ടും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം ചെയ്യേണ്ടത് മക്കളെ 2 ബോക്സ് വരക്കുക. നമ്മൾ 2 ബോക്സ് ഉണ്ടാവും. പേഴ്സ് പറഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ 2 ബോക്സ് ഉണ്ടാവും. ആദ്യത്തെ ബോക്സിൽ എന്തൊക്കെ ഉള്ളത്? 1, 2, 3 എഴുതിയ 3 പേപ്പർ സ്ലിപ്സ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുക ഫസ്റ്റ് ബോക്സിൽ 1, 2, 3 എഴുതിയ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട് മക്കളെ? 3 പേപ്പർ സ്ലിപ്സ് ഉണ്ട്. ഒരു സ്ലിപ്പിൽ 1 എന്ന് എഴുതിക്കുക, രണ്ടാമത്തെ സ്ലിപ്പിൽ 2, മൂന്നാമത്തെ സ്ലിപ്പിൽ 3 എന്ന് എഴുതിയ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 3 രണ്ടാമത്തെ ബോക്സിൽ 1, 2 എഴുതിയ 2 പേപ്പർ സ്ലിപ്സും ഉണ്ട്. അതായത് ആദ്യത്തെ പേപ്പർ സ്ലിപ്പിൽ 1ഉം രണ്ടാമത്തെ പേപ്പർ സ്ലിപ്സിൽ 2 എഴുതിയ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? എത്ര കടലാസ് കഷ്ണങ്ങളുണ്ട് മക്കളെ? 2 കടലാസ് കഷ്ണങ്ങളുണ്ട്. ആദ്യത്തെ പെട്ടിയിൽ എത്ര ഉണ്ട്? 3 കടലാസ് കഷ്ണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ നേരെ ഇതേപോലെ എഴുതിക്കുക. ആദ്യത്തെ പെട്ടിയിൽ 1, 2, 3 എഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും, രണ്ടാമത്തെ പെട്ടിയിൽ 1, 2 എഴുതിയ 2 കടലാസ് കഷ്ണങ്ങൾ. ഇനി മക്കളെ പേഴ്സ് കാണാൻ ഒരു പണിയില്ല. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് എപ്പോഴും ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഒരു പണിയില്ല മക്കളെ. ആദ്യത്തെ പെട്ടിയിൽ എത്ര ഉണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ഉണ്ട്? ആദ്യത്തെ പെട്ടിയിൽ ഇവിടെ എത്രയും മക്കളെ 3 ആണ്. ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ 2. ഈസിക്കലി എത്ര പേഴ്സ് ഉണ്ടാവും മക്കളെ? ഇതിൽ 6 ജോഡികൾ ഉണ്ടാവും. ഇത് വേണം നമ്മൾ ആദ്യം എഴുതി വെക്കാൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യത്തെ പെട്ടി വരക്കുക, രണ്ടാമത്തെ പെട്ടി വരക്കുക. ഇനി സപ്പോസ് ആദ്യത്തെ പെട്ടിയിൽ നമ്മൾ 5 എണ്ണം, രണ്ടാമത്തെ പെട്ടിയിൽ 4 എണ്ണം ഉണ്ടായിരുന്നു എഴുതിക്കോ. ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ടാവും? 5 × 4 = 20 പേഴ്സ് ഉണ്ടാവും. ഇവിടെ ആദ്യത്തെ പെട്ടിയിൽ 3, രണ്ടാമത്തെ പെട്ടിയിൽ 2 ആയതുകൊണ്ട് 3 × 2 = 6 പേഴ്സ്. അപ്പോൾ ഏത് പേഴ്സ് ക്വസ്റ്റ്യൻ കണ്ടാലും ആദ്യത്തെ പെട്ടിയിൽ എത്ര നോക്കുക, പ്ലസ് അല്ല ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്, ആകെ ജോഡികളുടെ എണ്ണം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ജോഡികൾ ഏതൊക്കെ, ആ പേഴ്സ് ഏതൊക്കെയെന്ന് എഴുതണം. നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. സിമ്പിളാണ് ആ പേഴ്സ് എഴുതാൻ. ആദ്യത്തെ നമ്പർ എടുക്കുക. ഇതിത്തെ ആദ്യത്തെ നമ്പറും ആദ്യത്തെ നമ്പറും, ആദ്യത്തെ ബോക്സ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് ബോക്സ് ഫസ്റ്റ് നമ്പറും ആക്കണം ഫസ്റ്റ് പെയർ. അപ്പോൾ ആദ്യം പറഞ്ഞാൽ 1,1 ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയർ. ആദ്യത്തെ ബോക്സ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് ബോക്സ് ഫസ്റ്റ് നമ്പറും. ഇനി ആദ്യത്തെ ബോക്സിത്തെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് ബോക്സിത്തെ സെക്കൻഡ് നമ്പറും, അതായത് എന്ത് വരും മക്കളെ? 1,2 എന്ന് വരും. ഇതാണ് രണ്ടാമത്തെ പെയർ ഉണ്ടാവുക. ഇനി അപ്പോൾ 1 കൊണ്ട് കഴിഞ്ഞു. 1, 1, 1, 2. ഇനി അടുത്ത 2 കൊണ്ട് എടുക്കുമ്പോൾ 2,1, അടുത്തത് 2,2. അടുത്ത എന്താക്കണം വരും മക്കളെ? നിങ്ങൾ തന്നെ പറ. 2,2 എന്ന് എഴുതിയില്ല നമ്മൾ. അങ്ങനെ അടുത്ത 2 കൊണ്ടും കഴിഞ്ഞില്ലേ? അടുത്തത് 3,1. പിന്നെ എന്ത് വരും? 3,2.
ഇതാണ് ഇതിൻ്റെ പേഴ്സ് വരിക. ഇനി ഇവിടെ ഒരു 3 എഴുതിക്കോ, അപ്പം എന്ത് വരും? 3,3 കൂടി വരും. ഇനി താഴെ ഒരു 4 എഴുതിക്കോ, 4,1 4,2 വരും. ഇനി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നോക്കണ്ട 6 പേഴ്സ് ആയി നോക്കുക. നമുക്കൊന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ടോട്ടൽ 6 പേഴ്സിനല്ലേ ഇതിന് ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 പേഴ്സ് കിട്ടി, 6 ജോഡികൾ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ആദ്യം ചെയ്യേണ്ടത് 2 ബോക്സ് വരക്കുക. ആ ബോക്സിൽ എത്ര ഉണ്ട് എന്ന് എഴുതുക. അതിനുശേഷം എത്ര ജോഡികളുണ്ട്, എത്ര പേഴ്സ് ഉണ്ട് എഴുതിയ ശേഷം ആ പേഴ്സ് ഒന്ന് എഴുതുക. ആദ്യത്തെ ബോക്സിൻ്റെ ഫസ്റ്റ്, രണ്ടാമത്തെ ബോക്സ് ഫസ്റ്റ് 1,1 1,2 അത് കഴിഞ്ഞു. 2,1 2,2 3,1 3,2 ഇതോടെ നമുക്ക് സെറ്റായി. ഇനി നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ വേഗം ആൻസർ ചെയ്യാം മക്കളെ. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് വുഡ്, രണ്ടും ഒറ്റ സംഖ്യയുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഇതിൽ 2 ഒറ്റ സംഖ്യയിൽ എത്ര ഉണ്ട് നോക്കിയാൽ മതി മക്കളെ. 1 1 ഒറ്റ സംഖ്യയിൽ 2, അപ്പോൾ ഇത് പറ്റും. 1 2 പറ്റുമോ? ഇല്ല, കാരണം 1 ഇരട്ട സംഖ്യയാണ്. 2 1 പറ്റുമോ? ഇല്ല. 2 2 പറ്റുമോ? ഇല്ല. 3 1 പറ്റുമോ? പറ്റും. 3 1 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 2 3 2 പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര മക്കളെ? 2 എന്നാണ്. അപ്പോൾ രണ്ടും ഒറ്റ സംഖ്യ ഉള്ളത് 2 ഡിവൈഡ് ബൈ താഴെ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്, ആകെ ജോഡികളുടെ എണ്ണം. ഇവിടെ ആകെ ജോഡികൾ എത്ര മക്കളെ? 6 എന്നാണ്. അപ്പോൾ 2 ഓഡ് നമ്പർ ആവല്ല പ്രോബബിലിറ്റി ഒറ്റ സംഖ്യയുള്ള സാധ്യത എത്ര? 2/6. അങ്ങനെ 2 ഈവൻ എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഈവൻ ഏതൊക്കെ നോക്കുക മക്കളെ? 1 1 പറ്റുമോ? ഇല്ല. 1 2 പറ്റുമോ? ഇല്ല. 2 1 പറ്റുമോ? ഇല്ല. 2 2 പറ്റും, കാരണം 2 എന്താണ്? ഈവനാണ്. അപ്പോൾ ഒറ്റ 1. അടുത്ത 3 1 പറ്റുമോ? ഇല്ല. 3 2 പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര എണ്ണുള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ 1/, ടോട്ടൽ പേഴ്സ് എത്ര മക്കളെ? 6. അടുത്ത് ഒരു ഓടും ഒരു ഈവനും അല്ല പ്രോബബിലിറ്റി. അപ്പോൾ ഒരു ഓടും ഈവനും പറഞ്ഞ് നോക്കും മക്കളെ. ഇത് 2 ഓടാണ്. ഒരു ഓടും ഒരു ഈവനും അല്ലേ 1. അടുത്ത് 2 1 പറഞ്ഞാൽ ഒരു ഓടും ഒരു ഈവനും അല്ലേ 2. 2 2 പറ്റുമോ? ഇല്ല മക്കളെ. 3 1 പറ്റുമോ? ഇല്ല. 2 ഓടാണ്. 3 2 പറഞ്ഞാൽ ഒരു ഓടും ഒരു ഈവനും എത്ര മക്കളെ? 3 എണ്ണാണ്. അപ്പോൾ എത്ര വരും? 3/, ടോട്ടൽ പേഴ്സ് 6 എന്ന് വരും. ഇനി ശ്രദ്ധിക്കേണ്ടത് സം ഓടാവാൻ. സം ബീയിങ് ഓട് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് 2 പെയറില്ല നമ്മളെടുത്ത്. ഒരു പേർ പറഞ്ഞ് 2 സംഖ്യകൾ ഉണ്ടാവില്ലേ? ആ 2 സംഖ്യകൾ തമ്മിലൊന്ന് കൂട്ടുക. ആദ്യം 1 + 1 പറഞ്ഞ് എത്ര മക്കളെ? 2 ആണ്. അടുത്ത് 2 + 1 3 ആണ്. അടുത്ത് 2 + 1 3 ആണ്. 2 + 2 4 ആണ്. 3 എന്ന് എഴുതട്ടോ മക്കളെ. 3 ആണ്. അടുത്ത് 3 + 1 4 ആണ്. 3 + 2 5 ആണ്. ഇത് തമ്മിലൊന്ന് കൂട്ടി വെക്കുക. പെൻസിലോട്ട് എഴുതിയാൽ മതി. നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ പെൻസിലോട്ട് എഴുതി വെക്കുക. ഇനി സമ്മ ഓടാവാനുള്ള പ്രോബബിലിറ്റി എത്ര? അപ്പോൾ ഈ കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യ കിട്ടണം. അങ്ങനെ ഫസ്റ്റ് ഇത് പറ്റുമോ? ഇല്ല. 2 ആണ്. സെക്കൻഡ് ഇത് പറ്റും, കാരണം 3 കിട്ടിയിരിക്കണേ. തേർഡ് ഇത് പറ്റുമോ? തേർഡും പറ്റും. 3 ആണ്. ഫോർത്ത് ഇത് പറ്റുമില്ല, കാരണം 4 കിട്ടിയിരിക്കണേ. ഫിഫ്ത്ത് ഇത് പറ്റുമോ? ഇല്ല, അതും 4 കിട്ടിയിരിക്കണേ. ലാസ്റ്റ് ഇത് പറ്റുമോ? കിട്ടും. 5 ആണ്. അപ്പോൾ എത്ര മക്കളെ സമ്മ്? തുക എത്ര? ഒറ്റ സംഖ്യയുള്ള സാധ്യത എത്ര മക്കളെ? 3 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേഴ്സാണ്? 6 പേഴ്സ്. ഇനി തുക ഈവൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈവൻ കിട്ടണം നോക്കിയാൽ മതി. എത്രയാണ് ഇരട്ട സംഖ്യ? കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യ ഇട്ടുണ്ട് നോക്കിയാൽ. അപ്പോൾ അത് കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഈവൻ നമ്പർ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഈവൻ നമ്പർ പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണ്. അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞത് മക്കളെ? സമ്മിൻ്റെ ഒക്കെ അല്ലേ, ഇത് തമ്മിൽ കൂട്ടിയിട്ട് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ മാത്രം നോക്കിയാൽ മതി. അടുത്തത് പ്രൊഡക്റ്റ് ഈവൻ ആവാൻ. പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താ? ഈ തമ്മിൽ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഗുണനഫലല്ലേ? ഈ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. ആദ്യം 1 × 1 1, 1 × 2 2, 2 × 1 2, 2 × 2 4, 3 × 1 3, 3 × 2 6. പ്രൊഡക്റ്റ് പറഞ്ഞാൽ മനസ്സിലാക്കണം. ഗുണനഫലം പറഞ്ഞാൽ അത് തമ്മിൽ ഗുണിക്കുക. അങ്ങനെയാണ് പ്രൊഡക്റ്റ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലേ വേണ്ടത്? ഗുണിക്കുമ്പോൾ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ കിട്ടണം. ഇത് പറ്റുമോ? ഇല്ല. ഇത് പറ്റും. 1 × 2 2 ആണ്. അടുത്ത 2 × 1 2 ആണ്. അത് പറ്റും. 2 × 2 4 ആണ്. അത് പറ്റും. 3 × 1 പറ്റൂല. 3 × 2 6 ആണ്. അപ്പോൾ എത്ര വട്ടാണ് മക്കളെ? 4 വട്ടാണ്. അപ്പോൾ പ്രോബബിലിറ്റി എത്ര കിട്ടും? 4/6 എന്ന് കിട്ടും. അടുത്തതാ മക്കളെ ശ്രദ്ധിച്ചോട്ടോ, അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മക്കളും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്നെങ്കിലും ഒറ്റ സംഖ്യ ആവണം. അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ ഒന്നെങ്കിലും ഒറ്റ സംഖ്യ ആവണം. അങ്ങനെയാണ് മക്കളെ. ഇത് പറ്റും. 1 1 പറ്റും. എൻ്റെ മക്കളൊക്കെ പറയും പറ്റൂല എന്ന് പറയും. പറ്റൂല എന്നാണോ മക്കളെ? ഒന്നെങ്കിലും ഒറ്റ സംഖ്യ ആയി മതി മക്കളെ. ഇതിലൊന്നും ഒറ്റ സംഖ്യ അല്ലേ? ഒന്നെങ്കിലും ഒറ്റ സംഖ്യ. അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ 2 ഒറ്റ സംഖ്യ ഉള്ളതും പറ്റും, ഒരൊറ്റ സംഖ്യ ഉള്ളത് പറ്റും. അപ്പോൾ ഒന്നെങ്കിലും ഒറ്റ സംഖ്യ പറഞ്ഞാൽ എന്തൊക്കെ പറ്റും? അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ 2 ഓട് നമ്പർ ഉള്ളത് പറ്റും, ഒരു ഓട് നമ്പർ ഉള്ളത് പറ്റും. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ ഇത് പറ്റൂലേ, കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നല്ല, ഏതെങ്കിലും ഒന്ന് ഒറ്റ സംഖ്യ ആയാൽ മതി. അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ അതാണ്, ഏതെങ്കിലും ഒന്നായാൽ മതി. അപ്പോൾ ഇതിലൊന്നും ഒറ്റ സംഖ്യയാണ് പറ്റും. അടുത്ത 1 2 ഏതെങ്കിലും ഒന്ന് ഒറ്റ സംഖ്യ അല്ലേ? ആണ്, പറ്റും. 2 1 പറ്റുമോ? കാരണം എന്താണ്? ഒന്നൊറ്റ സംഖ്യയാണ്, പറ്റും. 2 2 പറ്റുമോ? ഇല്ല, കാരണം ഏതെങ്കിലും ഒന്ന് ഒറ്റ സംഖ്യയാണ്. അതിൽ 2 ഇരട്ട സംഖ്യ പറ്റൂല. 3 1 പറ്റുമോ? പറ്റും മക്കളെ, കാരണം എന്താ? ഏതെങ്കിലും ഒന്ന് ഒറ്റ സംഖ്യയാണ്. 4. അടുത്ത എന്താണ്? 3 2 പറ്റുമോ? പറ്റും, കാരണം അതിൽ 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എത്ര എണ്ണം? 5 എണ്ണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ 2 ഓടില്ലത് പറ്റും, ഒരു ഓടില്ലതും പറ്റും, 2 ഈവനിലത് പറ്റൂല. 2 ഈവൻ ഇരട്ട സംഖ്യ പറഞ്ഞാൽ അതിൽ ഒറ്റ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഓട് വരുന്ന എത്ര മക്കളെ? ഇതിൽ 5 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേഴ്സാണ്? 6 പേഴ്സ്. ലാസ്റ്റ് ഇത് ബോത്ത് ആർ സെയിം.
അതായത് 2 പേരുണ്ടാവില്ല നമ്മളെ കയ്യിൽ, 2 പേർ മീൻസ് ഒരു പേരിൽ 2 നമ്പേഴ്സ് ഉണ്ടാവില്ലേ, ആ രണ്ടും സെയിം ആവല്ലത് ഏതൊക്കെയാണ്? അപ്പോൾ മക്കളെ ഏതൊക്കെ ബോത്ത് സെയിം ഇല്ലത്? 1 1 പറ്റൂല, രണ്ടും സെയിം ആണ്. 2 2 ഇനി പറ്റും 3 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 വട്ടം 2 / 6 എന്ന് വരും. അപ്പോൾ മക്കളെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സെറ്റായി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട്, അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് മനസ്സിലാക്കാതെ ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ ടോപ്പിക് കൂടെ ഉള്ളൂ, മോർ പെയർസ് പറഞ്ഞ ഒരു ടോപ്പിക് കൂടെ, അതും കൂടി കഴിഞ്ഞ് നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അടുത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടോപ്പിക് കൂടെ നോക്കട്ടെ മക്കളെ. അപ്പോൾ മക്കളെ നമ്മുടെ മോർ പെയർസ് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോർ പെയർസ് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ് മക്കളെ. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. നമ്മളോട് പറഞ്ഞത് ഇൻ 10A ക്ലാസ് ദർ ആർ 20 ഗേൾസ് ആൻഡ് 30 ബോയ്സ്. അതായത് 10A ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 20 പെൺകുട്ടികളുണ്ട്, 30 ആൺകുട്ടികളുണ്ട്. ആൻഡ് ഇൻ 10B ക്ലാസ് ദർ ആർ 15 ഗേൾസ്. അതായത് 10B ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 15 പെൺകുട്ടികളുണ്ട്. അതേപോലെ 25 ബോയ്സ്, 25 ആൺകുട്ടികളുണ്ട്. 1 സ്റ്റുഡൻറ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലാസ്. 2 ക്ലാസ്സിനും ഓരോ കുട്ടികൾ എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, 2 ക്ലാസ്സിനും ഓരോ കുട്ടികൾ എടുത്താൽ അതെന്താണ്? പെയേഴ്സ് ആണ്. അവരെ ജോഡിയാക്കല്ലേ, കപ്പിളാക്കല്ലേ. അപ്പോൾ വേണ്ടാത്തൊന്നും കരുതണ്ടെങ്കിൽ അപ്പോൾ 2 എന്തെടുക്കുക? 2 ക്ലാസ്സിനും ഓരോ കുട്ടികളെടുത്താൽ എന്താ മക്കളെ? പെയേഴ്സ് ആണ്. ഏത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ആകെ ജോഡികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചത്. അടുത്ത ബി ക്വസ്റ്റ്യൻ ബോത്ത് ബീയിങ് ഈവൻ. പ്രോബബിലിറ്റി ഇന്ത്യ പ്രോബബിലിറ്റി അവിടെ എഴുതാത്തതുകൊണ്ടാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീയിങ് ഈവൻ, നല്ല സോറി, ബോത്ത് ബീയിങ് ബോയ്സ്. അതായത് 2 ആൺകുട്ടിയാവുള്ള സാധ്യത. നമ്മൾ 2 കുട്ടികൾ എടുക്കുമ്പോൾ 2 എന്താവണം? ആൺകുട്ടിയാവുള്ള സാധ്യത. അടുത്ത് ബോത്ത് ബീയിങ് ഗേൾസ്, 2 പെൺകുട്ടിയാവുള്ള സാധ്യത. അടുത്ത് 1 ബോയ് ആൻഡ് 1 ഗേൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാവുള്ള സാധ്യത. അടുത്തത് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒന്നെങ്കിലും ആൺകുട്ടിയാവുള്ള സാധ്യത, സോറി ഒന്നെങ്കിലും പെൺകുട്ടിയാവുള്ള സാധ്യത. ലാസ്റ്റത്തെ അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒന്നെങ്കിലും ആൺകുട്ടിയാവുള്ള സാധ്യത. ഇതെന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ട മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് 10A ക്ലാസ് 10B ക്ലാസ് പറഞ്ഞ് 2 ബോക്സ് വരക്കുക. 10A ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് മക്കളെ? നമ്മൾ പറഞ്ഞു 20 ഗേൾസ് ഉണ്ട്. 10A ക്ലാസ്സിൽ 20 ഗേൾസും എത്ര ബോയ്സ് ഉണ്ട് മക്കളെ? 30 ബോയ്സും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ എന്ത് ചെയ്താൽ 10A ക്ലാസ്സിൽ 20 ഗേൾസ് 30 ബോയ്സ്. ടോട്ടൽ എത്ര കുട്ടികളാണ് മക്കളെ? ടോട്ടൽ 50 കുട്ടികളാണ്. 30 + 20 50. സെക്കൻഡ് ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് മക്കളെ? 15 ഗേൾസ് ഉണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിൽ 15 ഗേൾസും അതുപോലെ എത്ര ബോയ്സ് ഉണ്ട് മക്കളെ? 30 അല്ല സോറി 25 ബോയ്സ്. എത്ര ബോയ്സ് ഉണ്ട്? 25 ബോയ്സ്. ഫസ്റ്റ് ക്ലാസ്സിൽ 15 ഗേൾസ്, സോറി 20 ഗേൾസ് 30 ബോയ്സ്. സെക്കൻഡ് ക്ലാസ്സിൽ 10B ക്ലാസ്സിൽ 15 ഗേൾസ് 25 ബോയ്സും. 15 25 കൂട്ടി എത്ര വരും മക്കളെ? 40 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, രണ്ടാമത്തെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ആദ്യം ഇതേപോലെ ബോക്സ് ഒക്കെ വരച്ച് സൂപ്പറായി വരച്ച് നല്ല വൃത്തിയിലൊക്കെ വരച്ച് ചൊറുക്കായി വരച്ച് വെക്കുക. ആദ്യ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എഴുതുക, അതേപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്, ആകെ എത്ര ജോഡികൾ ഉണ്ടാവുന്ന. ഞാൻ എങ്ങനെ നിങ്ങളോട് കാണാൻ പറഞ്ഞു മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് കാണാൻ ഒക്കെ എപ്പോഴും ഒരേപോലെ തന്നെ. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളായിരുന്നു? 50 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ 40 ഈസിക്കൽ എത്ര മക്കൾ? 50 ഇൻറ്റു 40 പറഞ്ഞാൽ നമുക്കറിയാം 2000 ജോഡികൾ ഉണ്ടാവും. എത്ര പേഴ്സ് ഉണ്ടാക്കാൻ? നമുക്ക് 2000 പേഴ്സ് ഉണ്ടാക്കാം. എങ്ങനെ കിട്ടിയത്? ആദ്യ ക്ലാസ്സിൽ 50 കുട്ടികളെ സാറേ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ നോക്കിയപ്പോൾ 50 കുട്ടികളുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ സാറേ ഞങ്ങൾ 40 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ പേഴ്സ് പറഞ്ഞാൽ 50 ഇൻറ്റു 40 പറഞ്ഞാൽ 2000 പേഴ്സ് ഉണ്ടാവും. ഇനി ഫസ്റ്റ് ചോദിച്ചെന്താ മക്കളെ? ബോത്ത് ബീയിങ് ബോയ്സ്, 2 ആൺകുട്ടിയാവാനുള്ള സാധ്യത. അപ്പോൾ മക്കളെ സിമ്പിളാണ്, ഒന്നും നോക്കാല്ല, മറ്റേ പോലെ പേഴ്സ് ആക്കി എഴുതുക, ഒന്നും വേണ്ട. മോർ പേഴ്സാണ് ഏറ്റവും ഈസി. ലാസ്റ്റത്തെ ഒരു 3 ക്വസ്റ്റ്യൻ, ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ്. ഈ 3 ക്വസ്റ്റ്യൻ കുറച്ച് ലോജിക്ക് വേണം. ഓക്കെ, അപ്പോൾ 2 ആൺകുട്ടിയാ പറഞ്ഞാൽ മക്കൾ എത്ര നോക്കിയാൽ മതി? ആദ്യത്തിൽ എത്ര ആൺകുട്ടികളുണ്ട് നോക്കുക, 20 അല്ലേ. ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികൾ? സോറി ആദ്യത്തിൽ എത്ര ആൺകുട്ടികളാണ്? 30. ഇൻറ്റു രണ്ടാമത്തിൽ എത്ര മക്കളെ? 25. അപ്പോൾ ബോത്ത് ബോയ്സ് കാണാനല്ലേ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തിൽ എത്ര ഉണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര എണ്ണുണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. ടോട്ടൽ എത്ര പേഴ്സ് ആണ്? 2000. അപ്പോൾ ബോത്ത് ബീയിങ് ബോയ്സ് 2 ആൺകുട്ടികളുടെ സാധ്യത എങ്ങനെ കണ്ടുപിടിച്ച്? ആദ്യത്തിൽ എത്ര ആൺകുട്ടികളുണ്ട് നോക്കി, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്. പ്ലസ് ആണോ? അല്ല, ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 30 ഇൻറ്റു 25 എത്ര മക്കളെ? 30 ഇൻറ്റു 25 പറഞ്ഞാൽ 10 ഇൻറ്റു 25 250, 250 500, 750 വരും. ഈക്വൽ ടു 750 ഡിവൈഡഡ് ബൈ 2000 എന്ന് കിട്ടും. എത്ര ആൻസർ കിട്ടും നമുക്ക്? 750 ഡിവൈഡഡ് ബൈ 2000 എന്ന് കിട്ടും. സെറ്റാണ് മക്കളെ. അങ്ങനെയാണ് നിങ്ങൾ പറയാം എന്താണ് ബോത്ത് ബീയിങ് ഗേൾസ്, 2 പെൺകുട്ടികളുടെ സാധ്യത എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തിൽ എത്ര പെൺകുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര പെൺകുട്ടികളുണ്ട്. അതായത് ആദ്യത്തിൽ 20 പെൺകുട്ടികളുണ്ടായിരുന്നു, രണ്ടാമത്തിൽ 15 പെൺകുട്ടികളുണ്ടായിരുന്നു. ഡിവൈഡ് ബൈ താഴെ നമുക്കറിയാം എപ്പോഴും സാറേ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ഞങ്ങൾ എഴുതുക. ഈസിക്കലി 20 ഇൻറ്റു 15 പറഞ്ഞാൽ എത്ര മക്കളെ? 150 300 എന്ന് കിട്ടും. 300 ഡിവൈഡ് ബൈ 2000 എന്ന് കിട്ടും. എത്ര കിട്ടും നമുക്ക്? 300 ഡിവൈഡ് ബൈ 2000 എന്ന് കിട്ടും. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറ.
ഇനിയുള്ളത് ഇത് രണ്ടും ഓക്കെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കാണാൻ ആദ്യത്തിൽ എത്ര കുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര കുട്ടികളുണ്ട്. ബോത്ത് ബീയിങ് ബോയ്സ് കാണാൻ ആദ്യത്തിൽ എത്ര ആൺകുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. ബോത്ത് ബീയിങ് ഗേൾസ് ആണെങ്കിൽ ആദ്യത്തിൽ എത്ര പെൺകുട്ടികളുണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര പെൺകുട്ടികളുണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. അങ്ങനെയാണ് മക്കളെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 ബോയ് ആൻഡ് 1 ഗേൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മക്കളെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും പറഞ്ഞ മക്കളെ 2 കണ്ടീഷൻ ഉണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും പറഞ്ഞാൽ എത്ര കണ്ടീഷൻ വരും അവിടെ? 2 കണ്ടീഷൻ വരും. നമ്മൾ 2 ക്ലാസ്സിന് ഓരോ കുട്ടികൾ എടുക്കുമ്പോഴേ ആദ്യത്തിന് ആൺകുട്ടി രണ്ടാമത്തേന്ന് പെൺകുട്ടി ആയിക്കൂടെ? അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയില്ലേ? ഇങ്ങനെ മാത്രമേ പറ്റുക? അല്ല, രണ്ടാമത്തേന്ന് എന്താവാം? ആദ്യത്തേന്ന് ആൺകുട്ടി രണ്ടാമത്തേന്ന് പെൺകുട്ടി. ഇനി എന്താവാം? ആദ്യത്തേന്ന് പെൺകുട്ടിയും രണ്ടാമത്തേന്ന് ആൺകുട്ടി ആയിക്കൂടെ? ഇത് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയില്ലേ? അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പറയുമ്പോൾ എത്ര കണ്ടീഷൻ വരും മക്കളെ? 2 കണ്ടീഷൻ വരും. ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടി ആവാം. ആദ്യത്തേന്ന് ആൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് പെൺകുട്ടി ആവാം. 2 കേസസ് വരും. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. 1 ബോയ് ആൻഡ് 1 ഗേൾ പറഞ്ഞാൽ അവിടെ 2 കേസ് വരും. ഫസ്റ്റ് കേസ് എന്താണ്? ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടി ആവാം. സെക്കൻഡ് കേസ് ആദ്യത്തേന്ന് ആൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് പെൺകുട്ടി ആവാം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും മക്കളെ. അപ്പോൾ 1 ബോയ് ആൻഡ് 1 ഗേൾ പറഞ്ഞാൽ 2 കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടി ആവാം. ആദ്യത്തേന്ന് ആൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് പെൺകുട്ടി ആവാം. ഇതെങ്ങനെ എഴുതാൻ നോക്കിയാലോ? അപ്പോൾ ആദ്യത്തേന്ന് പെൺകുട്ടി ഇൻറ്റു രണ്ടാമത്തേന്ന് ആൺകുട്ടി എങ്ങനെ നമ്മൾ എഴുതുക? ആദ്യത്തേന്ന് ബോയ് ഇൻറ്റു രണ്ടാമത്തേന്ന് ഗേൾ എങ്ങനെ ചെയ്തിരുന്നത്? ആദ്യത്തേന്ന് പെൺകുട്ടി പറഞ്ഞാൽ 20 ഇൻറ്റു രണ്ടാമത്തേന്ന് ആൺകുട്ടി പറഞ്ഞാൽ 25. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി, നമുക്ക് ഒരു കേസ് കിട്ടി. 20 ഇൻറ്റു 25 ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടി ആവാം. ഇനി നമ്മൾ അവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കണം മക്കളെ. തെറ്റിക്കരുത്. അവിടെ എന്തിട്ട് കൊടുക്കണം? നമ്മൾ ഒരു പ്ലസ് പറഞ്ഞ സൈൻ ഇട്ട് കൊടുക്കണം. ഇനി സെക്കൻഡ് കേസ് എന്താണ്? ആദ്യത്തേന്ന് ആൺകുട്ടി രണ്ടാമത്തേന്ന് പെൺകുട്ടി. അപ്പോൾ എന്ത് വരും? 30 ഇൻറ്റു 15 ഡിവൈഡ് ബൈ എന്ത് ചെയ്തപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ഈസിക്കൽ ടു. മക്കളെ ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ ചെയ്ത് ഓക്കെയാണോ? ആദ്യത്തേന്ന് പെൺകുട്ടി ഇൻറ്റു രണ്ടാമത്തേന്ന് ആൺകുട്ടി 20 ഇൻറ്റു 25. പിന്നെ എന്ത് സൈൻ ഇട്ട് കൊടുക്കണ്ടേ? പ്ലസ് പറഞ്ഞ സൈൻ ഇട്ട് കൊടുക്കണം. ഇനി എന്താണ്? ആദ്യത്തേന്ന് ആൺകുട്ടി ഇൻറ്റു രണ്ടാമത്തേന്ന് പെൺകുട്ടി 30 ഇൻറ്റു 15. അങ്ങനെ മക്കൾ 20 ഇൻറ്റു 25 പറഞ്ഞാൽ നമുക്കറിയാം 500 എന്ന് വരും. പ്ലസ് 30 ഇൻറ്റു 15 പറഞ്ഞാൽ 450 എന്നും വരും. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേഴ്സാണ്? 2000 പേഴ്സ്. ഫിസിക്കൽ എത്ര മക്കളെ? 500 450 കൂട്ടിയാൽ നമുക്ക് 950 ഡിവൈഡ് ബൈ 2000 ആൻസർ കിട്ടും. അതായത് 1 ബോയ് ആൻഡ് 1 ഗേൾ എത്ര കിട്ടി? 950 ഡിവൈഡ് ബൈ 2000. ഇമ്പോർട്ടൻറ്റ് കേസ് മക്കളെ. എപ്പോഴും എക്സാമിന് ഈ ടോപ്പിക്കിൽ ഈ ചോദ്യം ചോദിക്കലുണ്ട്. 1 ബോയ് ആൻഡ് 1 ഗേൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. അപ്പോൾ ഒരു ബോയ് ഒരു ഗേൾ പറഞ്ഞാൽ എത്ര കേസ് വരും? 2 കേസ് വരും. എന്താണ്? ആദ്യത്തേന്ന് പെൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് ആൺകുട്ടി ആവാം. പ്ലസ് ആദ്യത്തേന്ന് ആൺകുട്ടി ആവാം, രണ്ടാമത്തേന്ന് പെൺകുട്ടി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അറ്റ്ലീസ്റ്റ് 1 ഗേൾ. ഇത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിലും പെൺകുട്ടി ആവാം പറഞ്ഞ മക്കളെ 2 പെൺകുട്ടി ആയിക്കൂടെ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒന്നെങ്കിലും ഓടുക പറഞ്ഞ് 2 ഓടും ആവാം, 1 ഓടും ആവാം. അപ്പോൾ ഒന്നെങ്കിലും പെൺകുട്ടി ആവാം പറഞ്ഞാൽ 2 പെൺകുട്ടി ആവാം പറ്റും. പിന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആയിക്കൂടെ? അപ്പോൾ ഒന്നെങ്കിലും പെൺകുട്ടി ആവാം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഗേൾ പറഞ്ഞാൽ 2 പെൺകുട്ടി ആവാം, 2 ഗേൾസ് ആവാം. 1 ബോയ് 1 ഗേൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആവാം. എന്താവാൻ പറ്റാത്തത്? അറ്റ്ലീസ്റ്റ് 1 ഒന്നെങ്കിലും പെൺകുട്ടി ആവാൻ പറഞ്ഞാൽ നമ്മളോട് എന്താ എടുക്കാൻ പറ്റാത്തുണ്ടാവുക? ബോത്ത് ബോയ്സ് പറ്റുമോ? 2 ആൺകുട്ടി ആവാൻ പറ്റുമോ? ഒന്നെങ്കിലും പെൺകുട്ടി ആവണമെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ 2 ആൺകുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഇല്ല സാറേ, 2 ആൺകുട്ടി വരുമ്പോൾ അവിടെ എവിടെ പെൺകുട്ടി? ഒന്നെങ്കിലും പെൺകുട്ടി ആവണമെന്നല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ. അപ്പോൾ ഒന്നെങ്കിലും പെൺകുട്ടി ആവണമെന്ന് എന്ത് പറ്റൂല? നമുക്ക് ബോത്ത് ബോയ്സ് എടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്. ടോട്ടൽ 2000 പേഴ്സ് അല്ല ഇവിടെ ഇരുന്നൂടെ എഴുതിയിരിക്കണേ. ടോട്ടൽ 2000 പേഴ്സാണ്. ഇന്ന് ബോത്ത് ബോയ്സ് എടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് കുറച്ചാൽ മതിയില്ലേ. അപ്പോൾ ഒന്നെങ്കിലും പെൺകുട്ടി ആവാറുണ്ട്, 2 പെൺകുട്ടിയിലും പറ്റും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയിലും പറ്റും. എന്ത് പറ്റൂല? 2 ആൺകുട്ടിയിലും പറ്റൂല. അപ്പോൾ ടോട്ടൽ പേഴ്സ് 2 ആൺകുട്ടി ആവില്ല എത്ര മക്കളെ? ബോത്ത് ബീയിങ് ബീഗ്സ് 750 ആണ്. ഡിവൈഡ് ബൈ 2000 അല്ലേ? ഈസിക്കൽ എന്താ വരും മക്കളെ? 2000 ബൈ 2000 മൈനസ് 750 പറഞ്ഞാൽ നമുക്കറിയാം 1250 ആണ്. ഡിവൈഡ് ബൈ 2000 കിട്ടും. അപ്പോൾ മക്കളെ എന്താ നമ്മൾ ചെയ്തത് നിങ്ങളൊന്ന് പറഞ്ഞാൽ? അറ്റ്ലീസ്റ്റ് 1 ഗേൾ പറഞ്ഞാൽ സാറെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്നെങ്കിലും പെൺകുട്ടി ആവുക പറഞ്ഞാൽ അവിടെ 2 ആൺകുട്ടി വരാൻ പറ്റൂല. 2 ആൺകുട്ടി വരുമ്പോൾ എവിടെ സാറെ ഒരു പെൺകുട്ടി എന്നല്ല നിങ്ങൾ ചോദിച്ചാൽ. അപ്പോൾ ടോട്ടൽ പേഴ്സ് 2000 അറിയാം. മൈനസ് നമ്മൾ ബോത്ത് ബീയിങ് ബോയ്സ് 2 ആൺകുട്ടി ആവുള്ള സാധ്യത കണ്ടുപിടിച്ച് 750. അപ്പോൾ 2000 മൈനസ് 750 1250 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 2000 കിട്ടും. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പറയാം അറ്റ്ലീസ്റ്റ് 1 ബോയ്. സാറേ ഒന്നെങ്കിലും ആൺകുട്ടിയാണ് പറയുമ്പോൾ അവിടെ എന്താ വരാതിരിക്കാൻ പറ്റുക? 2 ആൺകുട്ടി വരാം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം ഒന്നെങ്കിലും ആൺകുട്ടിയായാൽ മതി. അത്രയുള്ള നമ്മളോട് കണ്ടീഷൻ പറഞ്ഞിട്ട് നിങ്ങളോട് പ്രിൻസിപ്പിൾ എന്ന് പറയാണ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. 2 ക്ലാസ്സിന് ഒരേ കുട്ടികളെ വിളിക്കണം. ഒന്നെങ്കിലും ആൺകുട്ടിയാവണം. ബാക്കി നിങ്ങൾ എങ്ങനെയാച്ചാൽ ചെയ്തു. ഒന്നെങ്കിലും ആൺകുട്ടിയായാൽ മതി എന്ന് പ്രിൻസിപ്പിൾ പറയാണ്. 2 ക്ലാസ്സിന് കുട്ടികളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 2 ക്ലാസ്സിന് എങ്ങനെ വിളിക്കാം? ഒരു കണ്ടീഷൻ പറഞ്ഞാൽ 2 ആൺകുട്ടീനെ വിളിക്കാം. പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ നമ്മൾ സമ്മതിച്ചു 2 ആൺകുട്ടിയാണ്, ഓക്കെയാണ്, സെറ്റാണ്. എന്നല്ലേ എന്ത് ചോദിക്കും? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ വിളിച്ചൂടെ? അതായത് ഒരു ക്ലാസ്സിന് ആൺകുട്ടീനെ ഒരു ക്ലാസ്സിന് പെൺകുട്ടീനെ വിളിക്കാം. അങ്ങനെ ആയാലും പ്രിൻസിപ്പളിന് കുഴപ്പമില്ല. പ്രിൻസിപ്പളിന് ഒന്നെങ്കിലും ആൺകുട്ടി ആയാൽ മതി. 2 ഗേൾസിനെ കൊണ്ടായ പ്രിൻസിപ്പൾ നിങ്ങൾ ആട്ടൂല്ലേ മക്കളെ?
നിങ്ങൾ പ്രിൻസിപ്പൾ ഒന്നെങ്കിലും ആൺകുട്ടി ആവണം പറഞ്ഞിട്ട് നിങ്ങൾ വിടുകയും ചെയ്തു. നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് 2 പെൺകുട്ടീനെ കൊണ്ടുവരാണ്. 2 പെൺകുട്ടികളെ കൊണ്ട് നിങ്ങൾ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ ഇരുത്തിയാൽ പ്രിൻസിപ്പൾ ഓക്കെ ആവുമോ? പ്രിൻസിപ്പൾ നിങ്ങൾ അവിടെ നിന്ന് ആട്ടൂലേ? അപ്പോൾ 2 പെൺകുട്ടി വരാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞാൽ അവിടെ എന്ത് വരാൻ പറ്റൂല? 2 ഗേൾസ് വരാൻ പറ്റൂല, 2 പെൺകുട്ടി വരാൻ പറ്റൂല. അങ്ങനെയാണ് നമുക്കറിയാം സാറേ ടോട്ടൽ 2000 പേഴ്സാണ്. അതിന് 2 പെൺകുട്ടി ആവില്ല എത്ര മക്കളെ? 300 300 അല്ലേ? അപ്പോൾ 2000 മൈനസ് 300 ഡിവൈഡ് ബൈ 2000 എന്ന് വരും. ഈ സീക്വൽ 2000 300 അടച്ചാൽ 1700 ഡിവൈഡഡ് ബൈ 2000 ആൻസർ കിട്ടും. അപ്പം ഈ 3 കേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പറഞ്ഞാൽ ആദ്യത്തെ ആൺകുട്ടിയാവാം, രണ്ടാമത്തേത് പെൺകുട്ടിയാവാം, പ്ലസ് ആദ്യത്തേത് പെൺകുട്ടിയാവാം, രണ്ടാമത്തേത് ആൺകുട്ടിയാവാം, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞാൽ ടോട്ടൽ പേഴ്സിന് ബോത്ത് ഗേൾസ് ഒന്നെങ്കിലും ആൺകുട്ടി പറഞ്ഞാൽ 2 പെൺകുട്ടിനെ ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ, അറ്റ്ലീസ്റ്റ് 1 ഗേൾ പറഞ്ഞാൽ ടോട്ടൽ പേഴ്സിന് ഒന്നെങ്കിലും പെൺകുട്ടി പറഞ്ഞാൽ 2 ആൺകുട്ടി പറ്റൂല. അപ്പോൾ ബോത്ത് ബോയ്സ് ഒഴിവാക്കുക. ഇത്ര ചെയ്ത ഈ ക്വസ്റ്റ്യൻ സെറ്റ് മക്കളെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വെക്കണം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സെറ്റാക്കി മനസ്സിലാക്കാൻ റിപ്പീറ്റ് ചെയ്ത് ഇത്ര ടൈം എടുത്ത് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾ കാണൂല. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സെറ്റായിട്ട് പഠിച്ചെന്ന് കരുതുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ മക്കളെ നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എടുത്ത് നിങ്ങൾ സെറ്റായി പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ മക്കളെ നമ്മുടെ പേഴ്സും മോൾ പേഴ്സും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് അത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് എന്താ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം മക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സെറ്റായിരിക്കുക. ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഒക്കെ ഓക്കെയാണ് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക. ഇങ്ങനെ വരിക, ഇങ്ങനെ വന്നാൽ അതേപോലെ ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മളോട് പറഞ്ഞത് മക്കളെ, ഇൻ എ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1 to 10. അതായത് ഒരു പെട്ടിയിൽ എന്തുണ്ട്? 1 മുതൽ 10 വരെ എഴുതിയ കടലാസ് കഷ്ണങ്ങളും. ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1 to 15. മറ്റേ പെട്ടിയിൽ എന്തുണ്ട്? 1 മുതൽ 15 വരെ എഴുതിയ കടലാസ് കഷ്ണങ്ങളുണ്ട്. 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ്. അതായത് 2 പെട്ടിയിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് എത്ര? ബോത്ത് ബീയിങ് ഈവൻ, ബോത്ത് ബീയിങ് ഓഡ്. 2ഉം ഓടാവുള്ള പ്രോബബിലിറ്റി, 2ഉം ഈവൻ ആവുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളോട് പറഞ്ഞു മക്കളെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആദ്യത്തെ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് എഴുതി വെച്ചിരുന്നു. അതായത് നമ്മൾ നേരത്തെ 1 to 10 അല്ലേ? 1 to 10. രണ്ടാമത്തേൽ 1 to 15. നമ്മൾ പേഴ്സ് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചു. 1 മുതൽ 4 വരെയുള്ള 4 കടലാസ് കഷ്ണങ്ങളും, 1 മുതൽ 3 വരെയുള്ള 3 പേപ്പർ സ്ലിപ്സ്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 എഴുതി, മറ്റിൽ 1 2 3 എഴുതി. എന്നിട്ട് ടോട്ടൽ എത്ര ഉണ്ട് എഴുതി മക്കളെ? 1 മുതൽ 10 വരെ 10 പേപ്പർ സ്ലിപ്സ്, 1 മുതൽ 15 വരെ 15 പേപ്പർ സ്ലിപ്സ്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കണ്ടുപിടിച്ചിരുന്നില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത് മക്കളെ? ആദ്യത്തെ പെട്ടിയിൽ എത്ര ഉണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ എത്ര ഉണ്ട്. അപ്പോൾ 10 × 15 = 150 പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ചെയ്തത് എന്ത് ചെയ്യുന്നു മക്കളെ? 1 2 3 4 എഴുതി, 1 2 എഴുതി, ടോട്ടൽ പേഴ്സ് കണ്ടുപിടിച്ചു. ഇനി 1 1 1 2 1 3 അങ്ങനെ പേഴ്സ് മൊത്തം എഴുതിയ ശേഷം കണ്ടുപിടിക്കല്ലേ ചെയ്തിരുന്നത്. പക്ഷേ മക്കളെ ഇവിടെ നോക്ക്, എത്ര പേഴ്സ് ഉണ്ട് അവിടെ? 150 പേഴ്സ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 150 പേഴ്സ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ 2.5 മണിക്കൂർ എക്സാം തീർന്നു. പിന്നെ എന്തിനാ നമുക്ക് സമയം ഉണ്ടാവും? ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, പേഴ്സ് ഞാൻ ഒരു 30 കൂടുകയാണെങ്കിൽ നോർമൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുറേ ടൈം വേസ്റ്റ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ 1 2 3 4 10 വരെ എഴുതിയിട്ട് അപ്പുറത്ത് 1 മുതൽ 15 വരെ എഴുതുക. എന്നിട്ട് 1 1 1 2 1 3 1 4 1 15 വരെ എഴുതുക. 2 1 മുതൽ 2 15 വരെ അങ്ങനെ 150 പേഴ്സ് എഴുതി ചെയ്യാൻ നിൽക്കില്ല മക്കളെ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കിയുള്ളത് അടിപൊളിയായി പഠിച്ചാൽ മതി. ഇങ്ങനത്തെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ബോക്സിൽ എത്ര ഉണ്ട് നോക്കുക. 1 മുതൽ 10 വരെ 10 ഉണ്ട്, 1 മുതൽ 15 വരെ 15 ഉണ്ട്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് നമുക്കറിയാം 10 × 15 150. അപ്പോൾ 150 കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സാറേ ഞങ്ങളെ കൊണ്ടാവുന്നു എഴുതാൻ കഴിയില്ല. ഇത്ര എഴുതില്ല, ഞങ്ങളെ കൊണ്ട് പോസിബിൾ അല്ല സാറേ, ഞങ്ങളെ കൊണ്ട് പറ്റൂല, വേറെ എന്തെങ്കിലും എളുപ്പമായി ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു മക്കളെ, അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. 1 മുതൽ 10 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എഴുതുക. എത്ര ഒറ്റ സംഖ്യകളുണ്ട്, എത്ര ഇരട്ട സംഖ്യകളുണ്ട്. അങ്ങനെ മക്കളെ 1 മുതൽ 10 വരെ 1 3 5 7 9 എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 5 ഒറ്റ സംഖ്യകളുണ്ട്. അതുപോലെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2 4 6 8 10 5 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 5 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എഴുതി വെക്കണം. അല്ലാതെ 1 മുതൽ 10 വരെ എഴുതിയതിൻ്റെ മക്കൾ അടുത്ത 1 മുതൽ 15 വരെ എത്ര മക്കളെ? 1 3 5 7 9 11 13 15 8 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും? അപ്പോൾ 7 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. ഏതൊക്കെ മക്കളെ? 2 4 6 8 10
12, 14, 7 ഈവൻ നമ്പേഴ്സ്. ഇങ്ങനെ വേണം നമ്മൾ എഴുതി വെക്കാൻ. അപ്പോൾ കുറേ പേഴ്സ് ഉണ്ട് നമ്മൾ ജോഡികളൊക്കെ എഴുതിയാലും നമുക്ക് നടക്കൂല. ഇതേപോലെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് എഴുതുക, എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് ഇത് എഴുതി വെച്ചാൽ മതി. 1 മുതൽ 10 വരെ 5 ഓഡ് നമ്പേഴ്സ്, 5 ഈവൻ നമ്പേഴ്സ്. 1 മുതൽ 15 വരെ 8 ഓഡ് നമ്പേഴ്സ്, 8 ഈവൻ നമ്പേഴ്സ്. ഇനി നമുക്ക് എഴുതിക്കൂടെ മക്കളെ? ക്വസ്റ്റ്യൻ കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താണ്? ബോത്ത് ബീയിങ് ഈവൻ, രണ്ടും ഈവൻ ആവല്ല പ്രോബബിലിറ്റി. മറ്റിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നു മക്കളെ? എണ്ണിയൊക്കെയായിരുന്നു 2 ഈവനിലത് ഏതൊക്കെ, 2 ഇരട്ട സംഖ്യയിലത് ഏതൊക്കെ എണ്ണി കണ്ടുപിടിച്ച്. ഇത് നമുക്ക് അങ്ങനെ ചെയ്യണോ? വേണ്ട, നമ്മൾ പേഴ്സിൽ മോഡ് പേഴ്സിൽ പഠിച്ചു. ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ പേഴ്സ് കിട്ടിയിട്ടില്ലേ, രണ്ടും ഈവൻ ആവുക പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈവൻ. നമ്മൾ പഠിച്ചില്ല മക്കളെ, ബോത്ത് ഈവൻ ആ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? ആദ്യത്തിൽ എത്ര ഈവൻ ഉണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ഈവന്. ആദ്യത്തിൽ 5 ഈവൻ ചെയ്യുന്നു, ഇൻറ്റു രണ്ടാമത്തിൽ 7 ഈവന്, ഡിവൈഡ് ബൈ ടോട്ടൽ പേഴ്സ് എത്ര മക്കളെ? 156 എത്ര കിട്ടും? 35 ഡിവൈഡഡ് ബൈ 150 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ ചോദിച്ചാൽ നമ്മളോട്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഡല്ലേ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡാണ്. രണ്ടും ഒറ്റ സംഖ്യയുള്ള സാധ്യത. എങ്ങനെ മക്കളെ രണ്ടും ഒറ്റ സംഖ്യയുള്ള സാധ്യതയാണ്? ആദ്യത്തിൽ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് നോക്കുക, ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ഒറ്റ സംഖ്യ. അപ്പോൾ എന്ത് വരും? 5 × 8 ഡിവൈഡ് ബൈ 150 ഈസിക്കൽ എത്ര വരും? 40 ഡിവൈഡ് ബൈ 150 എന്ന് കിട്ടും. അപ്പോൾ മക്കളെ സെറ്റല്ലേ? നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ ഉണ്ട്. ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുള്ള് മൊത്തം ഉണ്ടായിരുന്ന എല്ലാം പറഞ്ഞു തന്നു. ഈ ചാപ്റ്ററിൽ ഇനി ഒന്നും പറയാനില്ല. എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നുകൊണ്ട് ഫുൾ ചാപ്റ്റർ എങ്ങനെ ചെയ്യേണ്ടത്, ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യണം, കാര്യങ്ങളൊക്കെ സെറ്റായി പഠിപ്പിച്ചു തന്നുകൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ മക്കളെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക. നിങ്ങൾക്ക് ഇനി വീഡിയോസ് വേണമെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ്, ഇതേപോലത്തെ വീഡിയോസ് വേണം, എങ്ങനത്തെ വീഡിയോസ് വേണ്ടത്, PYQ ആണോ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായി പോട്ടെ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്തായാലും അടിപൊളിയായി എക്സാം ചെയ്ത് ഈ ചാപ്റ്റർ അടിപൊളിയായി പഠിക്കട്ടോ.